ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പണികളും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേ ആ മഴയും കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ അടുത്തുള്ള ചോലയിൽ നിന്നും അതുപോലെ കിണറയിൽ നിന്നും ഒക്കെ ആയിട്ട് നല്ല വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ കിണർ തന്നെ ഇതാ ഏകദേശം നിറയാറായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ പറമ്പിൻ്റെ സൈഡ് ഭാഗത്ത് നിന്നൊക്കെ ഉറു കൂട്ടണ പോലെ ഇങ്ങനെ ഉറിന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ചുറ്റുഭാഗത്തുള്ള വീടുകളിലാണെങ്കിലും കിണറുകളിലാണെങ്കിലും ഒക്കെ പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം നിറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റോട്ടിൽ കൂടി മുറ്റത്ത് കൂടെ ഒക്കെ അതുപോലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കിളിയോളം ശബ്ദമാണെങ്കിലും മഴ പെയ്യുന്ന ശബ്ദമാണെങ്കിലും വെള്ളം പോകുന്ന ശബ്ദമാണെങ്കിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ. അപ്പം ഞാനതിങ്ങനെ നോക്കിയാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് വിചാരിച്ചത് ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ ഇതിൽ കൂടെ തന്നെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ തുടങ്ങാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ തുടർഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വീഡിയോ ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നുള്ള കുറച്ച് ഒരുക്കങ്ങളും കൂടി കാണിച്ചു തരാം, വായോ. അപ്പോൾ പാത്തുവിനായിട്ട് ഒരു വിടം വരെ പോവുകയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ എന്തിടും എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ആമസോണിൽ നിന്ന് 2 ഡ്രസ്സ് വരുത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ടാ. അപ്പോൾ എന്നാൽ പിന്നെ അതിൽ രണ്ടും ഇട്ട് നോക്കിയിട്ട് ഇതിൽ ഏതാണ് ഡ്രസ്സ് വെച്ചാൽ അത് ഇട്ടിട്ട് പോകാമല്ലോ എന്നാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാൻ ഇട്ട് നോക്കാൻ പോകുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ്. ആമസോണിൽ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ ബിഗ് സെയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മാക്സിൻ്റെ ടോപ്പാണ് കേട്ടോ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മാക്സിൻ്റെ ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കായി നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടും ചെയ്തു. നല്ല അടിപൊളി ക്ലോത്തും ആണ്. പിന്നെ ഇതിന് കയ്യിനൊക്കെ നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി ഈ ടോപ്പ്. നല്ല ക്ലോത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായി കേട്ടോ എന്തായാലും ഇട്ട് നോക്കിയപ്പോൾ. പക്ഷേ എനിക്ക് ഇച്ചിരി ലൂസുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് ടോപ്പ് എന്നൊക്കെ ഒന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ടോപ്പ് മാറ്റുന്നതിൻ്റെ മുന്നേ കുറച്ച് റീൽസും ഫോട്ടോസും എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് മേത്ത് പുളിയറമ്പ് കയറിയിട്ട് ആ മരത്തിൽ വന്ന് അങ്ങനെ പുളിയറമ്പിൻ്റെ കടിയും കൊണ്ടിട്ട് നേരെ ഇതാ അടുത്ത ടോപ്പ് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് എങ്ങനെയുണ്ട് നോക്കി, എന്നിട്ട് 2 ടോപ്പും കൂടെ നോക്കിയതിന് ശേഷം ഏത് ടോപ്പാണ് ഭംഗി എന്നുള്ളതും കൂടി ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ഇട്ട് നോക്കാം. ഇത് ടോപ്പല്ല വരുന്നത്, ഇതൊരു മാക്സി ടൈപ്പ് ഒരു ഗൗൺ ടൈപ്പ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഗൗൺ ടൈപ്പ് ഡ്രസ്സാണ് വരുന്നത്. പക്ഷേ ഇതും ഇച്ചിരി ലൂസ് ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇതിങ്ങനെ കിടക്കുന്ന തന്നെ തോന്നണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നമുക്ക് അരഭാഗത്ത് ഒരു ബെൽറ്റൊക്കെ കെട്ടിയാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവുന്നു. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്നത് ഒരു ചെരുപ്പാണ് കേട്ടോ. ഇത് അത്യാവശ്യം ഹീൽക്ക് വരുന്ന ഒരു ചെരുപ്പാണ്. എനിക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് ഹീൽസുള്ള ചെരുപ്പ് യൂസ് ആക്കാറില്ല കേട്ടോ. ഫ്ലാറ്റ് ടൈപ്പാണ് കൂടുതൽ യൂസ് ആക്കാറ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടം തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാം. ഈ 2 ഡ്രസ്സിൻ്റെയും ചെരുപ്പിൻ്റെയും ഒക്കെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആമസോണിൽ ബിഗ് സെയിൽ ഓഫർ നടന്നുകൊണ്ടിരിക്കുക. നല്ല ബ്രാൻഡഡ് ഐറ്റംസിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നായിട്ട് ഇതാ ഞാൻ 2 ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡിൽ ഏതാണ് നമുക്ക് ചേരുന്ന കളറൊന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യാനിട്ടാ. ഇത് പ്ലമ്മിൻ്റെ ലിപ്സ്റ്റിക്കാണ്. മാറ്റ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ടച്ച് ചെയ്താലൊന്നും പോകുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ സ്റ്റിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് വരുന്നത് ലാക്മിയുടെ ആണ് കേട്ടോ. രണ്ടും നല്ല അടിപൊളി ഷെയ്ഡുകളാണ്. 2 രസമുണ്ട്. അപ്പോൾ പിന്നെ ഇതാ നമ്മൾ ഈ ഒരു ബാഗാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത്. ഈ ബാഗും കൂടി ഇട്ടിട്ട് പോകാമെന്ന്. നല്ല രസം ഉണ്ടാവും ഈ ബാഗിൽ. ഈ ഡ്രസ്സിലേക്ക് ഈ ബാഗ് നല്ല രസം ഉണ്ടാവും എന്ന് തോന്നി. പിന്നെ അപ്പോൾ അതിട്ട് നോക്കി ഇതിട്ടിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നല്ല മഴ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വല്ലാണ്ട് മഴയത്താകുമ്പോൾ പുതിയ ഡ്രസ്സും അല്ലേ, നല്ല ലോങ് ടൈം ഡ്രസ്സല്ലേ. അപ്പോൾ എന്തായാലും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ 4 യൂസ് ചെയ്തിരുന്നുള്ള ഞങ്ങൾ ദീദിയുടെ സ്കൂളിലെത്തി. അപ്പൊ ഇതാണ് ഉമ്മച്ചി പഠിച്ച സ്കൂൾ. കണ്ടിട്ട് നിങ്ങള് ദീദി പഠിച്ച സ്കൂളല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഉമ്മച്ചി +1 +2 പഠിച്ച എന്താ ടീച്ചർമാരെ മാസ്റ്റർമാരെ അതറിയാം. അപ്പോൾ അതാ നമ്മൾ പാത്തുനെയും കൊണ്ട് വന്നിട്ടുള്ളത് ഐഡിയൽക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഫിനൂട്ടൻ പഠിക്കുന്നതും. ഞാൻ +1 +2 പഠിച്ചതും പാത്തു +1 +2 പഠിച്ചതും ഐഡിയലിലാണ്. +2 കഴിഞ്ഞതിൻ്റെ ടോപ്പേഴ്സ് മീറ്റാണ് കേട്ടോ നാനുവിന്. അപ്പോൾ അവളെ ഫ്രണ്ട്സോടെല്ലാവരും കൂടി വീണ്ടും കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഓള്. അങ്ങനെ ഞാൻ വീണ്ടും ഫിനൂട്ടൻ്റെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോഴും അവൻ്റെ സെക്ഷനിൽ മാത്രമേ പോയിട്ട് വരും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ +1 +2ൻ്റെ ഏരിയക്ക് വന്നപ്പോൾ നമ്മൾ പഴയ എന്താ പറയുക പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്ന പോലെ. കാലം എത്ര കഴിഞ്ഞാലും നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ പഠിച്ച കോളേജിൽ നിന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു രസം തന്നെയാണ് അല്ലേ. അവിടെ പോയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു പഴയ ഓർമ്മകളൊക്കെയാണ്. അപ്പോൾ അതാ ഞാൻ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു, ആ അതാണ് എൻ്റെ ക്ലാസ്, ഇവിടെ ഞങ്ങൾ ഫ്രീ ടൈമിൽ എല്ലാവരും കൂടി വന്നിരുന്ന് സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇനിയാണ് നമ്മൾ വന്ന പ്രോഗ്രാം തുടങ്ങണം കേട്ടോ. +2 ഫുൾ A+ വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള മൊമെൻ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കുട്ടികളെയും അവരുടെ പാരൻസിനെയും സ്റ്റേജിലേക്ക് വിളിച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. മാഷാ അല്ലാ, എന്തായാലും അനുമോളും ഇതിലൊരാളായതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, മക്കളെ ഓരോ വളർച്ചയിലും ഓരോ എക്സാമിലും മക്കളെ പോലെ തന്നെ ഉത്കണ്ഠ ഉണ്ടാകുമല്ലോ അവരുടെ പാരൻസിനും. അപ്പോൾ എന്തായാലും സാക്കും അനുമോളും ഒരുമിച്ച് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നത് കാണുമ്പോൾ മാഷാ അല്ലാ ഒരുപാട് സന്തോഷായിട്ടാ. ഇതുപോലത്തെ വാങ്ങണ്ടേ? അങ്ങനെ അത് അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ വിട്ടത് പിന്നെ ഫുഡ് അടിക്കാനാണ് കേട്ടോ. കാരണം രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വയറ് നിറച്ച് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെ ഇതോടുക്കാൻ അങ്ങ് തീർന്നിട്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമൻറ്റിൽ കൂടെ പറയുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു.